പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ദൃശ്യം തന്നെ, ദൃശ്യം. ഇതിനിടയിൽ അൺഒഫീഷ്യലായിട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ദൃശ്യം 3 100 കോടി പിന്നിട്ടു എന്ന്. അത് സ്ഥിരീകരിച്ചുകൊണ്ട് ഒഫീഷ്യലായിട്ടുള്ള പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. 58 മണിക്കൂറുകൾ കൊണ്ടാണ് ദൃശ്യം 3 രണ്ടാമത്തെ ഏറ്റവും വേഗതയോടെ രണ്ടാമത്തെ 100 കോടി കടന്നത്. ആദ്യത്തേത് 2 ദിവസം കൊണ്ട് നേടിയ എമ്പുരാനാണെങ്കിൽ 58 മണിക്കൂർ കൊണ്ട് 100 കോടി നേടിയ ദൃശ്യം 2 രണ്ടും ലാലേട്ടൻ ചിത്രങ്ങൾ തന്നെയാണ്. അങ്ങനെ ദൃശ്യം ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലാലേട്ടൻ്റേതായി 5 100 കോടി ചിത്രങ്ങളുണ്ട്. പലരും 100 കോടിക്ക് വേണ്ടി ഇങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്, എന്നാൽ 100 കോടി വേണമെങ്കിൽ തന്നേക്കാം എന്ന് പറയുന്ന ലാലേട്ടനെ നമുക്ക് കാണാൻ പറ്റും. ഇതിനിടയിൽ ഞായറാഴ്ച ദിവസത്തെ കളക്ഷനും ഏകദേശം ഒരു കൊലത്തൂക്കാകും എന്ന് ഏകദേശം ഉറപ്പാകുന്ന പ്രീഫെയിൽ കളക്ഷനാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് 5 മണിക്ക് വന്ന പ്രീഫെയിൽ പ്രകാരം 6 കോടി 10 ലക്ഷം രൂപയാണ് ഞായറാഴ്ച ദിവസത്തെ പ്രീഫെയിൽ. എനിക്ക് തോന്നുന്നു ഇത് രാത്രി പിന്നിടുമ്പോഴത്തേന് ഏകദേശം 7 കോടി പിന്നിടാനുള്ള സാധ്യതയുണ്ട് പ്രീഫെയിൽ ഇനത്തിൽ. അങ്ങനെ 7 കോടി കേരളത്തിൽ നിന്ന് പ്രീഫെയിൽ കിട്ടുകയാണെങ്കിൽ നിശ്ചയമായിട്ടും 10 കോടിക്ക് മുകളിലുള്ള കളക്ഷനായിരിക്കും ഞായറാഴ്ച ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്ന് 4 ദിവസം കൊണ്ട് ഏകദേശം 40 കോടി രൂപയ്ക്കടുത്ത് ദൃശ്യം 3 കളക്ട് ചെയ്യും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ വേൾഡ് വൈഡായിട്ട് 150 കോടിയും ഞായറാഴ്ച കൊണ്ട് കിടക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെ 4 ദിവസം കൊണ്ട് 150 കോടി കിടക്കുന്ന ദൃശ്യം 3 പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേന് 200 കോടി പിന്നിടും എന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ്. ഏകദേശം 200 കോടിയൊക്കെ ഉറപ്പാണ് ദൃശ്യം 3ക്ക്. പിന്നെ അത് എവിടം വരെ പോകും എന്നാണ് നമ്മളിനി നോക്കിയിരിക്കുന്നത്. ദൃശ്യം 3യുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് താഴ്ന്നു വരുന്ന കമൻറ്റുകളിൽ ചേട്ടാ പെട്ടെന്ന് വീഡിയോ ഇടുക എന്നുള്ളൊരു ഇതാണ്. ആൾക്കാരെ സംബന്ധിച്ച് ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ മലയാളികൾക്കെല്ലാം ദൃശ്യം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ഒരു സ്വത്ത് പോലാണ്. അത് പാശ്ചാദേശ വ്യത്യാസമില്ലാതെ എല്ലാവരും കൊണ്ടാടിയൊരു ചിത്രമാണ് ദൃശ്യം. എനിക്ക് തോന്നുന്നു OTTയിൽ ദൃശ്യം 2 വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ഭാഷാപ്രേമികൾ ദൃശ്യത്തെ അത്രമേൽ ഇഷ്ടപ്പെടുന്നത്. അതുതന്നെയാണ് ദൃശ്യം 3ക്ക് വേണ്ടി ഇങ്ങനെയുള്ളൊരു കാത്തിരിപ്പും. അതൊരു വൻ വിജയമായി നാട്ടുകാരെല്ലാം ഏറ്റെടുത്തു. അതൊരു വൻ വിജയമായി മാറുന്നത് നമ്മൾ കാണുന്നത്. ചെറിയ മുടക്കുമുതലുള്ള ഒരു ചിത്രം ഇത്രയും വലിയ കോടികൾ തൂത്തുവാരുമ്പോൾ നമ്മുടെ ദൃശ്യത്തെപ്പറ്റി ഞാൻ എന്ത് പറയാനാ. ജോർജ് കുട്ടിയും കുടുംബവും ദൃശ്യവും മലയാളികളുടെ പ്രിയപ്പെട്ട സ്വത്തായി മാറുന്നു. ഇനി ദൃശ്യം 4ഉം 5ഉം ഒക്കെ വന്നാലും മലയാളി കാണും അല്ലേ. അതാണ് ജോർജ് കുട്ടിയും മലയാള പ്രേക്ഷകരും തമ്മിലുള്ള ആ ബന്ധം. അതിലുപരി ലാലേട്ടൻ എന്ന് പറയുന്ന ആ പവറിൻ്റെ ശക്തി. ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പവർ അറിയണമെങ്കിൽ ബുക്ക് മൈ ഷോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഈ മൂന്നാമത്തെ ദിവസവും ദിവസം ശനിയാഴ്ച ദിവസവും 23,000 ടിക്കറ്റോളം മണിക്കൂർ വിറ്റുമാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ടിക്കറ്റ് വിൽപ്പന എന്ന് പറയുന്നത് ഇന്നത്തേക്ക് വേണ്ടിയുള്ളതല്ല. അത് നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ ഒക്കെ വേണ്ടി ആൾക്കാർ നേരത്തെ ബുക്ക് ചെയ്തതാണ്. ഇന്നൊന്നും ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല. ഞായറാഴ്ചയും മിക്കവാറും എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പവർ ഒരു വല്ലാത്ത മലയാള സിനിമയുടെ ഒരു നായക സങ്കല്പം, അല്ലെങ്കിൽ രാജാവ്, നാട്ടുരാജാവ് എന്നൊക്കെ വിളിക്കാവുന്ന തലത്തിലേക്ക് ലാലേട്ടൻ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ വേറെ ആർക്കുണ്ട് ഈ 100 കോടിയുടെ 100 കോടി? എനിക്ക് തോന്നുന്നു ദൃശ്യവും 200 കോടി കിടക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് 200 കോടി കിടക്കുന്ന 3ാമത്തെ ചിത്രമായി മാറും ദൃശ്യം. അങ്ങനെ എത്രയോ ചിത്രങ്ങൾ ലാലേട്ടൻ്റേതായി മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നില്ലേ. ലാലേട്ടനെ പറ്റി പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ ഓക്കെ ബൈ.